നമസ്കാരം, സാറ്റ്വി ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണം സംഘടിപ്പിച്ചു. സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇത്തരം ദിനാചരണങ്ങളിലൂടെ ഉറപ്പുവരുത്തേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ. ഒറ്റപ്പാലം നഗരസഭയിലെ 3 അംഗങ്ങളെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഗുരുതരമായി പരിക്കേറ്റ രാജവെമ്പാലയെ ഡോക്ടർമാർ രക്ഷിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലാ സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണം ആചരിച്ചു. സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിലൂടെ നടത്തേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ ആവശ്യപ്പെട്ടു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയർന്നിൽക്കുന്ന കേരളത്തിൽ പോലും ഇത്തരം അനന്തരം നിലനിൽക്കുന്നുണ്ട്. ഇത് സന്നദ്ധ സംഘടനാ പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ SC/ST പ്രൊമോട്ടർമാർക്ക് കഴിയണം. ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലായിടത്തും എത്തിക്കാൻ പ്രൊമോട്ടർമാർക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കോളനികളിൽ ആതുര സേവനം എത്തിക്കുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് നൽകിയ മൊബൈൽ യൂണിറ്റിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഈ മാസം 14 വരെ 2-ാം തീയതി മുതൽ 14 വരെ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടി നമ്മുടെ രാജ്യത്താകെ. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കുരുവിള ഐക്യദാർഢ്യ സന്ദേശം നൽകി. വകുപ്പ് നൽകുന്ന വിവിധ ധനസഹായ പദ്ധതികളെക്കുറിച്ച് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ K ചന്ദ്രകുമാറും മദ്യം, മയക്കുമരുന്നുകൾ എന്നിവയുടെ വിപത്തുകളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ R പ്രഭുദാസും പൗരാവകാശ സംരക്ഷണ നിയമവും അതിക്രമണ തടയൽ നിയമവും എന്ന വിഷയത്തിൽ DYSP VS മുഹമ്മദ് കാസിമും ക്ലാസ് എടുത്തു. സംസ്ഥാന ഉപദേശക സമിതി അംഗം C പ്രേം നവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ M സഹീദ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C കൃഷ്ണകുമാർ, ആബിദ യൂസഫ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ VS മുഹമ്മദ് ഇബ്രാഹിം, ഡോക്ടർ TK മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ 3 അംഗങ്ങളെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ P പാറുക്കുട്ടി, വൈസ് ചെയർപേഴ്സൺ S ഷെൽവൻ, 27-ാം വാർഡ് കൗൺസിലർ K ബാബു എന്നിവരെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. കൂറുമാറ്റ നിരോധന നിയമമനുസരിച്ചാണ് നടപടി. 1.5 വർഷം മുമ്പ് നഗരസഭയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതിനാണ് 6 വർഷത്തേക്ക് ഇവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. UDFന്റെ ബാനറിൽ ജയിച്ച് നഗരസഭയിലെത്തിയ 3 പേരും CPMന് വോട്ട് ചെയ്തതുകൊണ്ട് കോൺഗ്രസിന് നഗരസഭയിൽ ഭരണം നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് CPM പിന്തുണയോടെയാണ് ഇവർ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണുമായി തുടർന്നത്. അപകടത്തിൽപ്പെട്ട രാജവെമ്പാലയെ ഡോക്ടർമാർ രക്ഷിച്ചു. മലമ്പുഴ അകമലവാരം കവയിലെ ഇല്ലിമുളങ്കൂട്ടങ്ങൾക്കിടയിൽ കുടുങ്ങി വയറ് കീറിയ രാജവെമ്പാലയ്ക്കാണ് ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയത്. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശസ്ത്രക്രിയ നടത്തി രാജവെമ്പാലയുടെ മുറിവേറ്റ ഭാഗം തുന്നിക്കെട്ടി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രാജവെമ്പാലയെ മലമ്പുഴയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെത്തിച്ചു. ഇവിടെ ഇവയ്ക്ക് തുടർ ചികിത്സ നൽകേണ്ടതുണ്ട്. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ രാജവെമ്പാലയുടെ ശരീരത്തിലെ മുറിവ് ഉണങ്ങൂ. ദിവസവും കുത്തിവയ്പും നടത്തേണ്ടതുണ്ട്. ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യവാനായ ശേഷം രാജവെമ്പാലയെ കാട്ടിൽ കൊണ്ടുവിടുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. 11 അടി നീളവും 10 കിലോ തൂക്കവുമുള്ള രാജവെമ്പാലയ്ക്ക് 8 വയസ്സ് പ്രായമുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അകമലവാരം കവയിലെ വനത്തിൽ മുളങ്കൂട്ടത്തിനിടയിൽ രാജവെമ്പാലയെ കുടുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ കണ്ടത്. രാജവെമ്പാലയുടെ വയറിൽ വലിയ മുറിവും ഉണ്ടായിരുന്നു. വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെ പാമ്പ് പിടുത്തത്തിൽ വിദഗ്ധരായ P ബാലകൃഷ്ണനും ബിനീഷും എത്തി രാജവെമ്പാലയെ പിടികൂടുകയായിരുന്നു. അകമലവാരം പ്രദേശത്തു നിന്നും കഴിഞ്ഞ 1 മാസത്തിലെ 3ാമത്തെ രാജവെമ്പാലയാണ് വനംവകുപ്പ് പിടികൂടുന്നത്.
ട്രെയിൻ തട്ടി പരിക്കേറ്റ കാട്ടുകൊമ്പൻ ചികിത്സ തേടിയെത്തിയത് മലമ്പുഴയിലെ ജലാശയത്തിൽ. മലമ്പുഴ ഡാമിനകത്ത് മണിക്കൂറുകളോളം നിലയുറപ്പിച്ച കാട്ടാന 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം സമീപ വനത്തിലേക്ക് കയറി. വനംവകുപ്പിനെയും നാട്ടുകാരെയും പരിഭ്രാന്തിലാഴ്ത്തിയ കാട്ടുകൊമ്പൻ പരിസരം വിട്ടിട്ടില്ല. കൊട്ടേക്കാട് കഞ്ചിക്കോട് റെയിൽവേ ട്രാക്കിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ നവോദയ കാടിന് താഴെ ഡാമിൽ മാന്തുരുത്തിയിലാണ് രാവിലെ 10 മണിയോടുകൂടി കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചത്. മലമ്പുഴ ആനക്കൽ റോഡിൽ നിന്ന് 50 മീറ്റർ അകലെയായിരുന്നു കാട്ടാന. സമീപം വീടുകളുണ്ടായിരുന്നുവെങ്കിലും 20 മീറ്ററിനപ്പുറം ആന എത്തിയിരുന്നില്ല. കൊട്ടേക്കാടിന് സമീപം ട്രെയിനിടിച്ച് ആനയ്ക്ക് ചെറിയ തോതിൽ പരിക്കേറ്റതായി സംശയമുണ്ട്. റെയിൽവേ ട്രാക്കിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ കാട്ടാനകളെ കണ്ടതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രെയിൻ വരുന്നത് കണ്ട് ട്രാക്കിൽ നിന്ന് ഓടി മാറുന്നതിനിടെ കാലിന്റെ വശങ്ങളിൽ ബോഗി ഉരഞ്ഞിരിക്കാമെന്നാണ് നിഗമനം. പരിക്കിന്റെ വേദന കൊണ്ടാവാം ആന ഡാമിലെ വെള്ളത്തിൽ അഭയം പ്രാപിച്ചത് എന്നാണ് വനം വകുപ്പ് കരുതുന്നത്. ഉച്ചകഴിഞ്ഞ് 3 ഡാമിൽ നിന്ന് കയറിയ കാട്ടാന സമീപത്തെ കാട്ടിൽ തീറ്റ തുടങ്ങി. കാട്ടാനയെ നിരീക്ഷിച്ചു വരികയാണെന്നും വേണ്ടിവന്നാൽ ചികിത്സ ലഭ്യമാക്കുമെന്നും DFO N സുധീർ അറിയിച്ചു. ജനങ്ങളെ കണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് ഏതാനും മീറ്റർ മാറി നിന്ന കാട്ടാന ഇടയ്ക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയെങ്കിലും പിന്നെയും താഴ്ന്നു കിടന്നതോടെയാണ് ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന സംശയം ജനിച്ചത്. കരക്കെത്തിച്ച് മയക്കുവെടി വയ്ക്കാനും തമിഴ്നാട്ടിൽ നിന്ന് കുങ്കിയാനകളെ കൊണ്ടുവരാനും വനംവകുപ്പ് അധികൃതർ ആലോചിച്ചിരുന്നു. വെറ്റിനറി ഡോക്ടറുമായി ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. ഇവിടെ കൃത്യമായിട്ട് ഇന്നും വരാറുള്ള ആനകളിൽപ്പെട്ട ഒരു ആനയാണിത്. ഇതിൽ ഒരു കൊമ്പത്തിരി വളവ് കൊമ്പത്തിരി മുകളിലായിട്ട് കാണുന്ന സ്ഥിരമായിട്ട് കാണാറില്ല. ആർക്കും ഒരു ശല്യം ചെയ്യാത്തൊരു ആനയാണ്. ഇന്ന് രാത്രി 11 മണിക്ക് ശേഷമാണ് ഇതിനിവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് റെയിൽപാതയിലെങ്ങാണ്ട് പോയി ട്രെയിൻ തട്ടി ഇതിൻ്റെ വലത് ബാക്ക് സ്റ്റോണിൽ കുറച്ചെന്തോ അടി പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സാധാരണ ഫോറസ്റ്റുകാരെയൊക്കെ ഇവരെ അറിയിച്ചുകൊണ്ട് അവർ വന്നിട്ട് ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് വരാറുള്ള ആനയാണിത്. ഇതിൻ്റെ വലത് കാലിൻ്റെ ബാക്ക് വശത്താണ് ഇതിന് ചെറിയൊരു പരിക്ക് പറ്റിയിരിക്കുന്നത്. അതൊരു ചതവാണ്. അതുകൊണ്ട് ഇത് വലുതായിട്ട് നടക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ഇത് 1-2 ദിവസം ഇവിടെ തന്നെ കാണും. ഇത് വേദന ഒന്ന് ശരിയായതിനു ശേഷം ഇനി കാട് കയറാറുള്ളൂ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസിന് തുടക്കമായി. റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഖോഖോയിൽ പാലക്കാട് ഉപജില്ലയ്ക്കും ബോൾ ബാഡ്മിൻ്റണിൽ ആലത്തൂർ ഉപജില്ലയ്ക്കും വിജയം. പാലക്കാട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അണ്ടർ 17 ഖോഖോ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ പാലക്കാട് ഇരട്ട വിജയമാണ് നേടിയത്. ആലത്തൂർ സബ് ജില്ലയെയാണ് പരാജയപ്പെടുത്തിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കുഴൽമന്ദം ഉപജില്ല 3ാം സ്ഥാനം നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചെർപ്പുളശ്ശേരി ഉപജില്ലയും 3ാം സ്ഥാനം നേടിയിട്ടുണ്ട്. എരുമൂരിൽ നടന്ന ബോൾ ബാഡ്മിൻ്റൺ മത്സരത്തിൽ ആലത്തൂർ ഉപജില്ല അണ്ടർ 17-19 ആൺ പെൺ വിഭാഗത്തിൽ ജയിച്ചു. അണ്ടർ 17 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പറളി ഉപജില്ലയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് ഉപജില്ലയും യഥാക്രമം 2ാം സ്ഥാനം നേടി. അണ്ടർ 19 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ പാലക്കാട് ഉപജില്ല 2ാം സ്ഥാനം നേടി. മറ്റ് ഗെയിംസ് മത്സരങ്ങൾ തുടരുകയാണ്. പോട്ടെ